ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം സൈക്കോളജീൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ തന്നെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ് ടെക്നിക്ക്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മെഷർമെൻറ്റ് എന്താണെന്നും ലെവൽസ് ഓഫ് മെഷർമെൻറ്റിനെ പറ്റിയിട്ടും അതുപോലെ മെഷർമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വീഡിയോ കാണാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫസ്റ്റ് അത് പോയി ഒന്ന് കാണാം കേട്ടോ. ഓക്കെ, ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ഓക്കെ അതിന് മുന്നേ പറയട്ടെ, നിങ്ങൾ റെഫറൻസ് ടെക്സ്റ്റ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. AK സിംഗിൻ്റെ ടെക്സ്റ്റാണ്. അപ്പം അത് റെഫർ ചെയ്തിട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ഇതിനകത്ത് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നോട്ട് വളരെ കുറവാണ്, പോയിന്റുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പം നിങ്ങൾ അതുകൂടി റെഫർ ചെയ്തിട്ട് പഠിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ഗ്രേഡ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം നമുക്ക് നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ടോപ്പിക് നമുക്ക് നോക്കാം. ഇനിയുള്ളത് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക്ക് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ മെഷർമെൻറ്റ്. നമ്മളൊരു ഡിഫറൻസ് നോക്കുകയാണ് ഇത് തമ്മിലുള്ള. നമ്മൾ മെഷർമെൻറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഷർമെൻറ്റിന് തന്നെ 2 ടൈപ്സ് ഓഫ് മെഷർമെൻ്റ് ആണുള്ളത്. ഒന്നാമത്തത് സൈക്കോളജിക്കൽ ഓർ ക്വാളിറ്റേറ്റീവ് മെഷർമെൻറ്റ്, രണ്ടാമത്തത് ഫിസിക്കൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ്. ഓക്കെ, സൈക്കോളജിക്കൽ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഇൻഡിവിജ്വലിൻ്റെ മെൻ്റൽ പ്രോസസ്സുകൾ, ട്രേഡ്സ്, ഹാബിറ്റ്സ് ഇതൊക്കെ മെഷർ ചെയ്യുന്നതാണ് എന്ത് സൈക്കോളജിക്കൽ മെഷർമെൻറ്റ് എന്ന് പറയാം. ഇതൊരു ക്വാളിറ്റേറ്റീവ് മെഷർമെൻ്റ് ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തത് ഫിസിക്കൽ മെഷർമെൻറ്റ്, നമുക്ക് എല്ലാവർക്കും നോൺ ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു തിങ്ങിൻ്റെ മെഷർമെൻറ്റ്, അത് നമ്മൾ ഫിസിക്കൽ വേൾഡിൽ പ്രസൻ്റ് ആയിരിക്കും, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈറ്റ്, വെയ്റ്റ്, ലെങ്ത്ത്, സൈസ്, വോളിയം ഇതൊക്കെ ഫിസിക്കൽ മെഷർമെൻറ്റിന് എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം സൈക്കോളജിക്കൽ മെഷർമെൻറ്റ് ആൻഡ് ഫിസിക്കൽ മെഷർമെൻറ്റ്. ഇതിൽ പറയുന്നത് ഫിസിക്കൽ മെഷർമെൻറ്റിൻ്റെ യൂണിറ്റ്സ് ഫിക്സ്ഡ് ആൻഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും ത്രൂ ഔട്ട് ദ മെഷർമെൻറ്റ്. എന്നാൽ സൈക്കോളജിക്കൽ മെഷർമെൻറ്റിൻ്റെ യൂണിറ്റ്സ് ഫിക്സ്ഡും ആയിരിക്കില്ല, കോൺസ്റ്റൻറ്റും ആയിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഫിസിക്കൽ മെഷർമെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ്സ് നമ്മൾ കിലോഗ്രാം, ഇഞ്ചസ് ഇതൊക്കെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും സെയിം ആയിരിക്കും. പക്ഷേ സൈക്കോളജിക്കൽ മെഷർമെൻറ്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻ്റലിജൻസ് എടുക്കുകയാണ്, അതിന് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂണിറ്റോ ഇല്ല. ഇപ്പം ഇൻ്റലിജൻറ്റ് ചില സ്ഥലങ്ങളിൽ ക്വസ്റ്റ്യനർ വെച്ചായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, ചില സ്ഥലങ്ങളിൽ ചില ടാസ്കുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇതിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി നെക്സ്റ്റ് പറയുന്നത് സൈക്കോളജിക്കൽ മെഷർമെൻറ്റിൽ ആർബിറ്ററി 0 പോയിൻ്റ് ആയിരിക്കും ഉണ്ടാവുക, ഫിസിക്കൽ മെഷർമെൻറ്റിൽ ട്രൂ 0 പോയിൻ്റ് ഉണ്ടാവും. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ ഒരു ലെങ്ത്ത് അളക്കുകയാണെങ്കിലും കിലോഗ്രാം അളക്കുകയാണെങ്കിലും അവിടെ 0 എന്ന് പറഞ്ഞ ഒരു പോയിൻ്റ് ഉണ്ട്. ഇപ്പം 0 kilograms ഓഫ് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ഇല്ല, ഷുഗർ 0 ആണ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഇനിയിപ്പോൾ 0 ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇല്ല. ഇപ്പം ഈ സൈക്കോളജിക്കൽ മെഷർമെൻറ്റിലേക്ക് വരുമ്പം ആർബിട്രറി 0 പോയിൻ്റ് ആണ്. ഒരാളിപ്പോൾ ഒരു ന്യൂമറിക്കൽ എബിലിറ്റി ടെസ്റ്റിൽ 0 സ്കോർ ചെയ്തു എന്ന് വിചാരിക്കാം. അതിൻ്റെ അർത്ഥം അയാൾക്ക് ന്യൂമറിക്കൽ ടെസ്റ്റിനെ പറ്റിയിട്ട് യാതൊരു അറിവും ഇല്ല എന്നല്ല. ന്യൂമറിക്കൽ ഓപ്പറേഷൻസിനെ പറ്റി അയാൾക്ക് തീരെ അറിവില്ല എന്ന് അത് മീൻ ചെയ്യുന്നില്ല. അതാണ് പറഞ്ഞത് ആർബിട്രറി 0 പോയിൻ്റ് ആയിരിക്കും ഉണ്ടാവുക, ഒരു കംപ്ലീറ്റ് ആബ്സെൻസിനെ പറ്റിയിട്ട് പറയുന്നില്ല. ഇനി അടുത്തത് വരുന്നത് നോട്ട് ആക്യുറേറ്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ ആണ് എന്ത് സൈക്കോളജിക്കൽ മെഷർമെൻറ്റ്. ബട്ട് ഫിസിക്കൽ മെഷർമെൻറ്റ് ആക്യുറേറ്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ ആണ്. ഇതിൻ്റെ കാരണം എന്താണ്? ഈ 0 പോയിൻ്റ് തന്നെയാണ്. ഇപ്പോൾ ഫിസിക്കൽ മെഷർമെൻറ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു ട്രൂ 0 പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു സ്റ്റിക്ക് 20 സെൻറ്റിമീറ്റർ ആണ് എന്ന് വെച്ചാൽ ആ സ്റ്റിക്ക് 20 സെൻറ്റിമീറ്റർ നീളം ഉണ്ടെന്ന് തന്നെയാണ് മീൻ ചെയ്യുന്നത്. ഇനി വേറൊരു സ്റ്റിക്ക് 60 സെൻറ്റിമീറ്റർ ആണ്. നമുക്കിവിടെ പ്രെഡിക്റ്റ് ചെയ്യാം എന്താണ്, ഫസ്റ്റ് സ്റ്റിക്കിനെക്കാട്ടും ത്രൈസ് ദ ലെങ്ത് ആണ് സെക്കൻഡ് സ്റ്റിക്ക് എന്ന് നമുക്ക് പറയാം. പക്ഷേ സൈക്കോളജിക്കൽ മെഷർമെൻറ്റിലേക്ക് വരുമ്പം ഇപ്പോൾ ഒരാളുടെ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. ആൾക്ക് അതിനകത്ത് 15 പോയിൻറ്റ്സ് കിട്ടി, വേറൊരാൾക്ക് 30 സ്കോറും കിട്ടി. പക്ഷേ ഇതിവിടെ എന്ത് മീൻ ചെയ്യുന്നില്ല, ആദ്യത്തെ ആളെക്കാൾ ട്വൈസ്
ഇൻ്റലിജൻസ് സെക്കൻഡ് ആൾക്കുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ. ഇനി അടുത്തത് വരുന്നത് സൈക്കോളജിക്കൽ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണ്. ഫിസിക്കൽ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെഷർമെൻ്റ് ആണ്. ഇതെന്തായിരിക്കും? ഫിസിക്കൽ മെഷർമെൻ്റ് ഡയറക്റ്റ് മെഷർമെൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരു സ്റ്റിക്ക് ഇരിക്കുന്നുണ്ട്, നമ്മൾ സ്കെയിൽ എടുക്കുന്നു, അതിൻ്റെ ലെങ്ത് അളക്കുന്നു, ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാണ്. പക്ഷേങ്കിൽ നമുക്കിപ്പോൾ ഒരാളുടെ എക്സ്ട്രോവേർഷൻ എന്നുള്ളൊരു ട്രേറ്റ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ക്വസ്റ്റ്യനെയർ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക, അതല്ലെങ്കിൽ ഏതെങ്കിലും മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് ഉപയോഗിച്ചിട്ടായിരിക്കും ആളുടെ എക്സ്ട്രോവേർഷൻ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് എന്ത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നതെന്ന് പറയുന്നത്. നെക്സ്റ്റ് സൈക്കോളജിക്കൽ മെഷർമെൻറ്റിൽ പറയുന്നത് എൻറ്റയർ ക്വാണ്ടിറ്റി കനോട്ട് ബി മെഷർഡ് ബട്ട് ഓൺലി എ സാമ്പിൾ റെപ്രസെൻറ്റിംഗ് ദ ക്വാണ്ടിറ്റി ഓർ ട്രേറ്റ് ഈസ് മെഷർഡ്. ഫിസിക്കൽ മെഷർമെൻറ്റിലോ എൻറ്റയർ ക്വാണ്ടിറ്റി ക്യാൻ ബി മെഷർഡ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടേബിൾ ചെയർ, നമ്മുടെ വീട്ടിലുള്ള ടേബിളിൻ്റെയും ചെയറിൻ്റെയും ഒക്കെ ലെങ്ത്ത് അളക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഓരോ ടേബിളിൻ്റെയും ചെയറിൻ്റെയും ലെങ്ത്ത് നമ്മൾ അളക്കും. പക്ഷേങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം സൈക്കോളജിക്കൽ മെഷർമെൻറ്റിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാം? ഇപ്പം നമുക്കൊരു ക്ലാസ് 10 കുട്ടികളുടെ എല്ലാവരുടെയും മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പോൾ ആ മൊത്തം കുട്ടികളുടെ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ ആ മൊത്തം ക്ലാസ്സിന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് റെപ്രസെൻറ്റിംഗ് ആയിട്ടുള്ള ഒരു സാമ്പിൾ നമ്മളെടുത്ത് അവരുടെ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് മാത്രമായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതാണ് എന്ത് പറഞ്ഞത്, എൻ്റയർ ക്വാണ്ടിറ്റീൻ്റെ മെഷർ ചെയ്യാൻ പറ്റില്ല, ബട്ട് അതിനെ ബെസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സാമ്പിളിൻ്റെ ആയിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു സൈക്കോളജിക്കൽ മെഷർമെൻറ്റ്. സൈക്കോളജിക്കൽ മെഷർമെൻറ്റുകളിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതാണ് നമ്മൾ 1 by 1 ആയിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇൻഡയറക്ട്നെസ് ഓഫ് മെഷർമെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇപ്പോൾ ഒരു സ്റ്റിക്കിൻ്റെ ലെങ്ത് അളക്കുന്ന അത്ര ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു സൈക്കോളജിക്കൽ ട്രേറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പം ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിന് വേണ്ട ടെസ്റ്റുകൾ അല്ലെങ്കിൽ ടാസ്കുകളൊക്കെ വഴി മാത്രമേ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നെക്സ്റ്റ് വണ്ണാണ് ഇൻകംപ്ലീറ്റ്നെസ് ഓഫ് മെഷർമെൻറ്റ്. ഇപ്പം ഒരു മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് അതിനുള്ള സ്കെയിൽ കണ്ടുപിടിക്കണം, ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കണം. ഈ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുമ്പോഴും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്ന നമ്പർ ഓഫ് ഐറ്റംസ് അതിനൊരു ലിമിറ്റില്ല. അപ്പം നമ്മൾ എത്ര എണ്ണം ഉൾക്കൊള്ളിച്ചാലും ഇനിയും ബാക്കിയായിട്ടുണ്ടാകും. ഓക്കെ, അതാണ് ഇൻകംപ്ലീറ്റ്നെസ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെയും നമ്മൾ ഉൾക്കൊള്ളിക്കാനുള്ള എന്താ പറയുക, ഇപ്പോൾ ഒരു ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആറ്റിറ്റ്യൂഡിനെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനെയറിൽ ഉൾക്കൊള്ളിച്ചാലും പിന്നെയും ബാക്കിയായിട്ടുണ്ടാവും. ഇനി റിലേറ്റിവിറ്റി ഓഫ് മെഷർമെൻറ്റ്. റിലേറ്റിവിറ്റി ഓഫ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ വഴി പറയാം. ഒരു കുട്ടിക്ക് ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റിൽ 60% മാർക്കും മാത്സ് ടെസ്റ്റിൽ 0 മാർക്കും കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പം ഇതുകൊണ്ട് ഈ കുട്ടി ഇംഗ്ലീഷിൽ ബ്രില്യൻ്റ് ആണെന്നും മാത്സിൽ കുറച്ച് പിന്നോട്ടാണെന്നും മനസ്സിലാക്കണമെങ്കിൽ ആ കുട്ടീൻ്റെ ഗ്രൂപ്പ്, ഏത് ഗ്രൂപ്പിലാണ് ആ കുട്ടി നിൽക്കുന്നത് ആ ഗ്രൂപ്പിനനുസരിച്ചിരിക്കും. അതായത് ഇപ്പം ഒരു ക്ലാസ്സിൽ ആ കുട്ടിക്ക് ഇംഗ്ലീഷിന് 60% മാർക്ക് കിട്ടിയെങ്കിൽ ബാക്കി കുട്ടികൾക്കൊക്കെ 60%-ന് താഴെയാണ് മാർക്കെങ്കിൽ നമുക്ക് പറയാം ആ കുട്ടി ഇംഗ്ലീഷിൽ ടോപ്പാണ്. ഇനി 60% എന്നുള്ളത് ആ ക്ലാസ്സിൽ ഏറ്റവും ലോവസ്റ്റ് മാർക്ക് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ആ കുട്ടി ഇംഗ്ലീഷിൽ താഴെയാണ്. ഇപ്പോൾ മാത്സിൻ്റെ മാർക്കിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിലും ആ ക്ലാസ്സിൽ ബാക്കിയുള്ള കുട്ടികൾക്കും സെയിം മാർക്കാണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് ആ ടെസ്റ്റ് ടഫ് ആയതുകൊണ്ടാണ്, കുട്ടിക്ക് മാത്സ് അറിയാത്തത് കൊണ്ടല്ല. അതുപോലെ നേരെ തിരിച്ചു. അതാണ് റിലേറ്റിവിറ്റി ഓഫ് മെഷർമെൻറ്റ്. ഇപ്പം ഒരു ട്രേറ്റിനെ ആ കുട്ടീൻ്റെ ആ ഒരു വ്യക്തിൻ്റെ എൻവിയോൺമെൻറ്റ് പോലെ ആ ഗ്രൂപ്പ് എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ആ ഗ്രൂപ്പിലുള്ള ബാക്കി മെമ്പേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. ഫോർത്ത് വൺ, ഇറേഴ്സ് ഇൻ മെഷർമെൻറ്റ്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടീൻ്റെ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യാണ്. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്
പല ഫാക്ടേഴ്സ് കാരണം ആ കുട്ടീൻ്റെ ആക്ച്വൽ ഇൻ്റലിജൻസിൽ നിന്ന് സ്കോർ ഒന്നെങ്കിൽ കൂടിയിട്ടാവാം അല്ലെങ്കിൽ കുറഞ്ഞിട്ടാവാം. ഇതിന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആ കുട്ടി നെർവസ് ആണെങ്കിൽ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ സൗണ്ടിനോട് ഡിസ്ട്രാക്റ്റഡ് ആയി പോയതുകൊണ്ട് ഒക്കെ ആക്ച്വൽ സ്കോറിൽ നിന്ന് മാറ്റം വരാം. ഓക്കെ, ഫിഫ്ത്ത് വണ്ണാണ് വേരിയബിലിറ്റി ഓഫ് ഹ്യൂമൻ ആട്രിബ്യൂട്ട് ഓവർ ടൈം. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരാളുടെ ഇൻട്രസ്റ്റ്, പേഴ്സണാലിറ്റി, ഇൻ്റലിജൻസ് ഇതിനെന്തിനെയും കുറിച്ചെങ്കിലും സ്റ്റഡി നടത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സമയം മാറുന്നതിനനുസരിച്ച് ഇതിലും മാറ്റം വരാം. ഇപ്പോൾ ഉള്ള ഇൻട്രസ്റ്റ് ആയിരിക്കണം എന്നില്ല കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതും എന്താണ് ഈ സൈക്കോളജിക്കൽ മെഷർമെൻറ്റിലെ ഒരു പ്രോബ്ലംസ് ആണ്. മെയിനായിട്ടുള്ള ഒരു 5 പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് കുറച്ച് ഇലാബറേറ്റ് ചെയ്തിട്ട് പഠിക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സൈക്കോഫിസിക്സ്. സൈക്കോഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ സ്റ്റിമുലിയും അത് നമ്മൾ ഉണ്ടാക്കുന്ന സെൻസറി എക്സ്പീരിയൻസും തമ്മിലുള്ള റിലേഷനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. ഈ സൈക്കോഫിസിക്സ് എന്നുള്ള ഈ ഒരു നെയിം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജർമ്മൻ സയൻറ്റിസ്റ്റ് ആൻഡ് ഫിലോസഫർ ആയിട്ടുള്ള ഗുസ്താവ് ഫെഷ്നർ ആണ്. ഈ സ്റ്റിമുലസ് സെൻസേഷൻ റിലേഷൻഷിപ്പിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് ത്രെഷോൾഡ്. മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് ത്രെഷോൾഡാണ് ഉള്ളത്. ആബ്സല്യൂട്ട് ത്രെഷോൾഡ്, ഡിഫറൻസ് ത്രെഷോൾഡ്. 2 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഒന്നെങ്കിൽ ആബ്സല്യൂട്ട് ത്രെഷോൾഡ് എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക, അല്ലെ ആബ്സല്യൂട്ട് ലിമിൻ. ഇനി അങ്ങനെ 2 ചോദിച്ചാലും സെയിം ആണ്. ഇനി അതല്ല ഡിഫറെൻറ്റ് ത്രെഷോൾഡ് എന്നായിരിക്കാം, അല്ലെങ്കിൽ ഡിഫറൻസ് ലിമിൻ എന്നായിരിക്കാം എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. ഫസ്റ്റ് ആബ്സല്യൂട്ട് ത്രെഷോൾഡ്. ആബ്സല്യൂട്ട് ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് ആസ് ദ മിനിമം എമൗണ്ട് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് എ സ്റ്റിമുലസ് നീഡഡ് ഇൻ ഓർഡർ ടു ബി ഡിറ്റക്റ്റഡ് ബൈ സെൻസറി സിസ്റ്റം. നമ്മൾ സെൻസറി സിസ്റ്റത്തിന് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഏറ്റവും മിനിമം എമൗണ്ട് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് ദ സ്റ്റിമുലസ് ആണ്. സ്റ്റിമുലസിൻ്റെ ഏറ്റവും മിനിമം ഇൻറ്റൻസിറ്റി നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ സെൻസറി സിസ്റ്റത്തിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം എമൗണ്ട് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ദ സ്റ്റിമുലസ് ആണ്. ഇനി ഡിഫറൻസ് ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റിമുലസ് തമ്മിൽ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേണ്ട എമൗണ്ട് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ദ സ്റ്റിമുലസ് ആണ്. ഇതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇപ്പം ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു, അതിനകത്ത് നമ്മൾ ഒരു ഇച്ചിരി ഷുഗർ ആഡ് ചെയ്തു. നമുക്ക് ചിലപ്പം ആ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് ആ സ്വീറ്റ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് എന്ത് ആബ്സല്യൂട്ട് ത്രെഷോൾഡ് എന്ന് പറയുന്നത്. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ വീണ്ടും കുറച്ചുകൂടി ഷുഗർ ആഡ് ചെയ്തു. ആദ്യത്തെ എമൗണ്ട് ഓഫ് സ്വീറ്റ്നെസ്സും ഇപ്പോൾ ഉള്ള സ്വീറ്റ്നെസ്സും നമുക്കൊരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ കുറച്ചുകൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താവും, കുറച്ച് എമൗണ്ട് ആഡ് ചെയ്ത് കഴിയുമ്പം ആദ്യത്തേതിൽ നിന്ന് ഇപ്പം ഭയങ്കര സ്വീറ്ററാണ്, കുറച്ചുകൂടി സ്വീറ്റ്നെസ് കൂടിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എത്ര എമൗണ്ട് ഓഫ് ഷുഗർ ആഡ് ചെയ്തു എന്നുള്ളതാണ് എന്ത് ഡിഫറൻസ് ത്രെഷോൾഡ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ആബ്സല്യൂട്ട് ത്രെഷോൾഡും ഡിഫറൻസ് ത്രെഷോൾഡും ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ലോ ആണ്. 2 ലോസ് നമുക്ക് പഠിക്കാനുണ്ട്, വിബേഴ്സ് ലോയും ഫെഷ്നർ ലോയും. ഇതിൽ വിബേഴ്സ് ലോ നമുക്ക് നോക്കാം. വീബേഴ്സ് ലോ കണ്ടുപിടിച്ചിട്ടുള്ളത് എച്ച് വീബർ ആണ്. അദ്ദേഹത്തിന് ശേഷമാണ് വീബേഴ്സ് ലോ എന്നീ ലോയ്ക്ക് പേരിട്ടിട്ടുള്ളത്. സൈക്കോളജിക്കൽ എക്സ്പീരിയൻസും ഫിസിക്കൽ സ്റ്റിമുലസും തമ്മിലുള്ള റിലേഷനെ നിയന്ത്രിക്കുന്ന പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളതിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ആയിരുന്നു വീബേഴ്സ് ലോ. എച്ച് വീബർ അദ്ദേഹത്തിൻ്റെ ഡി താച്ചു എന്നുള്ള ബുക്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ജസ്റ്റ് നോട്ടിസബിൾ ഡിഫറൻസ്. ഈ ജസ്റ്റ് നോട്ടിസബിൾ ഡിഫറൻസും ഡിഫറൻസ് ത്രെഷോൾഡും ഏകദേശം സെയിം ആണ്. ഇതും എന്താണ്, ഒരു സ്റ്റിമുലസിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ നമുക്കൊരു ചേഞ്ചിനെ മനസ്സിലാക്കാൻ വേണ്ട മിനിമം എമൗണ്ട് ഓഫ് സ്റ്റിമുലസ് ആണ് ജസ്റ്റ് നോട്ടിസബിൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. വീബർ നേരത്തെ കണ്ടുപിടിച്ചൊരു കാര്യമായിരുന്നു ജയന്തി എന്ന് പറഞ്ഞാൽ കൂടുതൽ റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് 2 സ്റ്റിമുലസ് തമ്മിലുള്ള ഡിഫറൻസിലാണ്, ആബ്സല്യൂട്ട് ഡിഫറൻസിനാണ് കൂടുതൽ റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് ഇനീഷ്യൽ സ്റ്റിമുലസിനേക്കാൾ. ഈ ഒരു അസംഷൻ ബേസ് ചെയ്തിട്ട് ഫെഷ്നർ ആണ് ഈ ലോയിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, വീബേഴ്സ് ലോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
ജെ ഇനീഷ്യൽ സ്റ്റിമുലസിനോട് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ആയിരിക്കും. അതാണ് വിബേഴ്സ് ലോയിൽ പറയുന്നത്. ജെ ഇനീഷ്യൽ ഇന്റൻസിറ്റി ഓഫ് ദി ഇനീഷ്യൽ സ്റ്റിമുലസിനോട് എപ്പോഴും കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനിലായിരിക്കും പോകുന്നുണ്ടാവുക. ഇതിനെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഡെൽറ്റ ആർ ബൈ ആർ ഇസ് ഈക്വൽ ടു കെ. ഇവിടെ ആർ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇന്റൻസിറ്റി ഓഫ് ദ സ്റ്റിമുലസ് ആണ്. ഡെൽറ്റ ആർ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ദ സ്റ്റിമുലസ് ഇന്റൻസിറ്റി ആണ്. കെ എന്ന് പറയുന്നതിന് വിബേഴ്സ് ഫ്രാക്ഷൻ എന്നും വിബേഴ്സ് കോൺസ്റ്റന്റ് എന്നും പറയാറുണ്ട്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബീക്കറിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തു. അതിൽ നമ്മൾ 100 grams ഓഫ് സാൾട്ട് ഡിസോൾവ് ചെയ്തു. ഇനി ഇതിൻ്റെ ഒരു ചേഞ്ച്, ഈ സോൾട്ടിൻ്റെ ടേസ്റ്റിൽ ഒരു ചേഞ്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 10 gram കൂടി സോൾട്ട് ആഡ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെയാണ് മറ്റൊരു ബീക്കറിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തു. അതിനകത്ത് 100 grams ഓഫ് സോൾട്ടിനെ നമ്മൾ ഡിസോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു ലാർജർ എമൗണ്ട് ഓഫ് സോൾട്ട് നമ്മൾ ഡിസോൾവ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ സോൾട്ട് ടേസ്റ്റിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം ഇയർഫോണിൽ പാട്ട് കേൾക്കുകയെന്ന് വിചാരിക്കുക. ഹൈ വോളിയത്തിൽ നമ്മൾ പാട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ വോളിയം കുറയ്ക്കുന്നതിൻ്റെ ഒറ്റ പ്രസ്സിൽ നമുക്ക് ആ ഒരു വലിയ ഡിഫറൻസ് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ എങ്കിൽ നമ്മൾ വോളിയം പറ്റ ലോ ആയി തീരെ ഇല്ല, ആ സമയത്ത് നമ്മൾ ഒറ്റ പ്രസ് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവും. ഓക്കെ, ഇതാണ് വിബേഴ്സ് ലോയ്ക്ക് എക്സാമ്പിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഫെഷ്നർ ലോ. ഫെഷ്നർ ലോ എന്ന് പറഞ്ഞാൽ വിബേഴ്സ് ലോയിൻ്റെ ഒരു എക്സ്റ്റൻഷൻ വേർഷൻ ആണ്. അതായത് ഫെഷ്നർ അദ്ദേഹത്തിൻ്റെ ലോ ഉണ്ടാക്കിയിട്ടുള്ളത് വിബേഴ്സ് ലോയിൽ നിന്നാണ്. ഇനി ഫെഷ്നർ ലോയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, സ്റ്റിമുലസ് ഇൻറ്റൻസിറ്റിയും അതുപോലെ തന്നെ നമ്മളത് പെർസീവ് ചെയ്യുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഒരു ലോഗറിതമിക് നേച്ചറിലാണ്, ഒരു ലോഗറിതമിക് റിലേഷനാണ് ഇത് തമ്മിലുള്ളത്. അതായത് നമ്മളെ സെൻസേഷൻ സ്റ്റിമുലസ് ഇൻറ്റൻസിറ്റീൻ്റെ ലോഗറിതത്തിനോടാണ് പ്രൊപ്പോർഷണലായി നിൽക്കുന്നത്. ഇതിനെ മാത്തമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആർ ഇസ് ഇക്വൽ ടു കെ ലോഗ് എസ്. അതിൽ ആർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് സെൻസേഷൻ ഓഫ് റെസ്പോൺസ് ആണ്. കെ എന്ന് പറഞ്ഞാൽ വിബേഴ്സ് കോൺസ്റ്റന്റ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്റ്റിമുലസ് വാല്യൂ ആണ്. ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയാൻ പറ്റും. അതായത് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ്, അതിൻ്റെ ഫിസിക്കൽ ഇൻറ്റൻസിറ്റി ഇപ്പം 10 എന്ന് പറഞ്ഞാൽ അത് ഡിം ലൈറ്റ് ആയിരിക്കും. 100 എന്ന് പറഞ്ഞാൽ മീഡിയം. 1000 എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ലൈറ്റ് ആയിരിക്കും. 10,000 എന്ന് പറഞ്ഞാൽ വെരി ബ്രൈറ്റ് ലൈറ്റ് ആയിരിക്കും. ഇതിന് പകരം നമ്മൾ ഈ ഫിസിക്കൽ ഇൻറ്റൻസിറ്റീനെ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലൊരു ചേഞ്ചും മനസ്സിലാവില്ല. അതായത് ഇപ്പം 10 എന്നുള്ളത് 20 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രൈറ്റ്നെസ്സിൽ വ്യത്യാസം വന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. മാത്രമല്ല ഇപ്പം 10 എന്നുള്ളത് 20 ആക്കിയെന്ന് വെച്ചിട്ട് ഈ 10-നേക്കാളും ഡബിൾ ബ്രൈറ്റ്നസ് ആവുന്നില്ല 20 ആക്കുമ്പോൾ. പകരം എന്താവണം, അത് എക്സ്പൊണൻഷ്യലി വരണം. 10 എന്നുള്ളത് 100 ആവുമ്പോഴാണ് അതിൻ്റെ ഡബിൾ ബ്രൈറ്റ്നസ് വരുന്നത്. 100 എന്നുള്ളത് 1000 ആവുമ്പോഴാണ് അതിൻ്റെയും ഡബിൾ ബ്രൈറ്റ്നസ് വരുന്നത്. ക്ലിയർ ആണോ? ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഹ്യൂമൻ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നോൺ ലീനിയർ ആണ്. അതുപോലെ തന്നെ ഈ ഫെഷ്നർ ലോയിലൂടെയാണ് എങ്ങനെയാണ് ഹ്യൂമൻ ബ്രെയിൻ ഇതുപോലുള്ള സെൻസറി ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ ആക്ടിവിറ്റീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വോളിയം, നമ്മളെ ഓഡിയോ വോളിയം, അതുപോലെ ഫോണിലുള്ള ബ്രൈറ്റ്നസ്, ഒക്കെ ഇതിൻ്റെ ഡെയിലി ലൈഫിൽ വരുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ലാസ്റ്റിൽ നമുക്ക് 2 ടോപ്പിക് കൂടിയാണ് ബാലൻസ് ഉള്ളത്. സൈക്കോ ഫിസിക്കൽ സ്കെയിലിംഗ് മെത്തേഡ്സും സൈക്കോളജിക്കൽ സ്കെയിലിംഗ് മെത്തേഡ്സും. അതിനകത്ത് സൈക്കോ ഫിസിക്കൽ സ്കെയിലിംഗ് മെത്തേഡിൽ 3 മെത്തേഡ്സും സൈക്കോളജിക്കൽ സ്കെയിലിംഗ് മെത്തേഡിൽ 2 മെത്തേഡ്സുമാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് സൈക്കോ ഫിസിക്കൽ സ്കെയിലിംഗ് മെത്തേഡ്സ് എന്താണെന്ന് നോക്കാം. സൈക്കോ ഫിസിക്കൽ സ്കെയിലിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിൻ്റെ ആബ്സല്യൂട്ട് ത്രെഷോൾഡ് അല്ലെങ്കിൽ ഡിഫറൻസ് ത്രെഷോൾഡ് ടെസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് സൈക്കോ ഫിസിക്കൽ സ്കെയിലിംഗ് മെത്തേഡ്സ്. അതിനകത്ത് 3 പഠിക്കാനുള്ളത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഇതിനകത്ത് ഫസ്റ്റ് ആണ് മെത്തേഡ്സ് ഓഫ് ലിമിറ്റ്.
മെത്തേഡ്സ് ഓഫ് ലിമിറ്റിന് മെത്തേഡ് ഓഫ് മിനിമൽ ചേഞ്ചസ് എന്നും പറയാറുണ്ട്. ഈ മെത്തേഡിൽ സബ്ജക്റ്റിന് സ്റ്റിമുലസ് നമ്പർ ഓഫ് ടൈംസ് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പല ഇൻറ്റൻസിറ്റിയിലുള്ള സ്റ്റിമുലസിനെ നമ്പർ ഓഫ് ടൈംസ് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെ ഒരു സീക്വൻഷ്യൽ മാനർ, അതായത് ഒരു ഓർഡറിലായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും കാണിക്കുക. ഇവിടെ വരുന്ന ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഏത് ലെവൽ ഓഫ് ഇൻറ്റൻസിറ്റി, സ്റ്റിമുലസിൻ്റെ ഏത് ലെവൽ ഓഫ് ഇൻറ്റൻസിറ്റി ആണ് സബ്ജക്റ്റിന് പെർസീവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് കണ്ടുപിടിക്കലാണ്. ഫസ്റ്റ് അസെൻഡിങ് സീരീസിൽ പ്രസൻറ്റ് ചെയ്യും. അതായത് സബ്ജക്റ്റിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും ലോ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ പതുക്കെ പതുക്കെ അങ്ങ് കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് സബ്ജക്റ്റിന് പെർസീവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഡിറ്റർമൈൻ ചെയ്യും. ഇനി തിരിച്ച് ഡിസെൻഡിങ് ഓർഡറിൽ പ്രസൻറ്റ് ചെയ്യും. ഏറ്റവും ഹൈ ഇൻറ്റൻസിറ്റി എന്ന് തുടങ്ങിയിട്ട് പതുക്കെ അത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് അവസാനം സബ്ജക്റ്റിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത പോയിന്റിലേക്ക് എത്തിക്കും. ഓക്കെ, ഇനി മെത്തേഡ് ഓഫ് ലിമിറ്റ്സ് തന്നെ മറ്റൊരു രീതിയിലും ചെയ്യാറുണ്ട്. അതാണ് സ്റ്റെയർ കേസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതെന്തിനാന്ന് വെച്ചാൽ അസെൻഡിങ് ഡിസെൻഡിങ് മെത്തേഡിൽ വരുന്ന ഇററിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെയർ കേസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഹാബിറ്റുവേഷനും ആൻറ്റിസിപ്പേഷനും വഴി ഉണ്ടാവുന്ന ഇറേഴ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെയർ കേസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് മെത്തേഡ് ഓഫ് കോൺസ്റ്റന്റ് സ്റ്റിമുലി. അതിൻ്റെ മെത്തേഡ് ഓഫ് റൈറ്റ് ഓർ റോങ് കേസ് എന്നും പറയാറുണ്ട്. ഇതിൽ ചെയ്യുന്നത് സ്റ്റിമുലീസിനെ എന്താ പറയുക, ഒരു ഫിക്സ്ഡ് ആൻഡ് കോൺസ്റ്റന്റ് സ്റ്റിമുലീസിനെ സെവറൽ ടൈംസ് ഒരു റാൻഡം ഓർഡറിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഒരു സീക്വൻഷ്യൽ ഓർഡർ കാര്യങ്ങളൊന്നുമില്ല. ഇത് റാൻഡം ആയിട്ട് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഈ സബ്ജക്റ്റിന് അത് പെർസീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുകയാണ് ഇവിടെയും ചെയ്യുന്നത്. പിന്നെ ഇവിടെ സ്റ്റിമുലസിനെ ഇറഗുലർലി ആണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിലും സെയിം വാല്യൂസിന് തന്നെ നമ്മൾ ലാർജ് നമ്പർ ഓഫ് ടൈംസ്, അതായത് 50 to 200 ടൈംസ് പ്രസൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ നേരത്തെ എക്സാമിനർ പ്രീ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഓർഡറിലായിരിക്കും കാണിക്കുന്നുണ്ടാവുക. പക്ഷേ ആ ഒരു ഓർഡർ സബ്ജക്റ്റിന് അൺനോൺ ആയിരിക്കും. ഇതാണ് മെത്തേഡ് ഓഫ് കോൺസ്റ്റന്റ് സ്റ്റിമുലി. ഇത് നമുക്ക് എന്താ പറയുക, ഈ മെത്തേഡ് സെൻസറി മൊഡാലിറ്റി, അതായത് നമ്മളെ ബ്രൈറ്റ്നെസ്, വെയിറ്റ്, ഇതിനൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. മെത്തേഡ് ഓഫ് കോൺസ്റ്റന്റ് സ്റ്റിമുലി അതായത് ഫിക്സ്ഡ് ചെയ്തിട്ടുള്ള കോൺസ്റ്റന്റ് സ്റ്റിമുലീസിന് റാൻഡം ഓർഡറിൽ പ്രസൻറ്റ് ചെയ്തിട്ട് ആളത് പെർസീവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അതാണ് മെത്തേഡ് ഓഫ് കോൺസ്റ്റന്റ് സ്റ്റിമുലി. നെക്സ്റ്റ് വരുന്നത് മെത്തേഡ് ഓഫ് ആവറേജ് എറർ. അതിനെ മെത്തേഡ് ഓഫ് ഇക്വലന്റ് സ്റ്റിമുലി എന്നും പറയാറുണ്ട്. ഇവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഒരു സ്റ്റിമുലസിന്റെ ഇൻറ്റൻസിറ്റിനോട് വേറൊന്നിനെ അഡ്ജസ്റ്റ് ചെയ്യുക, അതായത് മാച്ച് ചെയ്യുക. അതാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് ഈ മുള്ളർ ലെയർ ഇലൂഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിനകത്ത് നേരത്തെ ഒരു സ്റ്റാൻഡേർഡ് ലൈൻ ഉണ്ടാവും. അതിനകത്ത് സബ്ജക്റ്റ് ചെയ്യേണ്ടത് ആ ലൈനിൻ്റെ ലെങ്ത്തിനോട് മാച്ച് ചെയ്തിട്ട് ഇപ്പുറത്ത് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ആ സെയിം കാര്യം തന്നെയാണ് മെത്തേഡ് ഓഫ് ആവറേജ് എററും പറയുന്നത്. നേരത്തെ ഉള്ള ഒരു സ്റ്റിമുലസിൻ്റെ ഇൻറ്റൻസിറ്റിനോട് മറ്റേതിനെ മാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതോടെ സൈക്കോഫിസിക്കൽ സ്കെയിലിംഗ് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് സൈക്കോളജിക്കൽ സ്കെയിലിംഗ് മെത്തേഡാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും മൂന്ന് ഇമ്പോർട്ടൻറ്റ് സ്കെയിലിംഗ് മെത്തേഡ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. പക്ഷെ അതിനകത്തുള്ള രണ്ടെണ്ണം നമുക്ക് പഠിക്കാനുള്ളൂ. മെത്തേഡ് ഓഫ് റാങ്ക് ഓർഡറും മെത്തേഡ് ഓഫ് പെയർഡ് കമ്പാരിസൺ. ഓക്കെ, മെത്തേഡ് ഓഫ് റാങ്ക് ഓർഡർ, അതിന് ഓർഡർ ഓഫ് മെറിറ്റ് മെത്തേഡ് എന്നൊരു നെയിം കൂടി ഉണ്ട്. ഇതിനകത്ത് സ്റ്റിമുലസിനെ സബ്ജക്റ്റിന് പ്രസൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഹൈ ടു ലോ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയുകയാണ് ചെയ്യുക, റാങ്ക് ചെയ്യാൻ വേണ്ടി പറയുകയാണ് ചെയ്യുന്നത്. അതിൽ റാങ്ക് 1 ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതുപോലെ ഹയസ്റ്റ് നമ്പർ ഓഫ് റാങ്ക് ആയിരിക്കും ഏറ്റവും ലോയിൽ വരുന്നുണ്ടാവുക. ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജഡ്ജസിൻ്റെ മുന്നിൽ 10 ആക്ടേഴ്സിനെ പ്രസൻറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആക്ടർ ആരാണ്, അങ്ങനെ അതിൻ്റെ രീതിക്ക് ഇവരോട് ഈ ഒരു ആക്ടേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ അതിനകത്ത് റാങ്ക് 1 വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്, റാങ്ക് 10 വരുന്നതായിരിക്കും ഏറ്റവും ഇൻഫീരിയർ പൊസിഷനിൽ വരുന്നത്, ഏറ്റവും ലോയിൽ വരുന്നിട്ടുണ്ടാവുക. ഇങ്ങനെ റാങ്ക്
മെത്തേഡ് ഓഫ് റാങ്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പർ ഓഫ് സ്റ്റിമുലീസ് അല്ലെ ഒബ്ജക്ട്സിൻ്റെ എണ്ണം കുറവാണെങ്കിൽ മാത്രമേ ഈ മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ട് വരുള്ളൂ. ഇവിടെ സിംബോളിക്കലി ഫിസിക്കലി ആണ് ഒബ്ജക്ട്സിനെ പ്രസൻറ്റ് ചെയ്യുന്നത്, അതായത് സ്റ്റിമുലിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സീക്വൻസിൻ്റെ കാര്യത്തിലും ഉള്ള ഇററൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അത് വെച്ച് വരുന്ന പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, മെത്തേഡ് ഓഫ് റാങ്ക് ഓർഡർ മനസ്സിലായി വിചാരിക്കുന്നു. ഒന്നുമില്ല, സ്റ്റിമുലസിനെ പ്രസൻറ്റ് ചെയ്തിട്ട് അതിനെ ഹൈറ്റ് ലോ റാങ്ക് ചെയ്യാൻ വേണ്ടി പറയാം. നെക്സ്റ്റ് വരുന്നതാണ് മെത്തേഡ് ഓഫ് പെയർഡ് കമ്പാരിസൺ. പെയേഴ്സ് ആയിട്ട് സ്റ്റിമുലസിനെ കൊടുത്തിട്ട് അതിലേതാണ് ഏറ്റവും ഹയർ ഇൻറ്റൻസിറ്റി ഉള്ളത്, ഏതാണ് ഏറ്റവും ലോവർ ഇൻറ്റൻസിറ്റി ഉള്ളത് എന്ന് ഡിറ്റക്ട് ചെയ്യുക. ഇതാണ് സബ്ജക്റ്റ് ചെയ്യേണ്ടത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡ് സ്കെയിലൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ആ ടെസ്റ്റ് ഐറ്റംസിനെ എക്സ്പേർട്സിന് ഡിഫറെൻറ്റ് പെയേഴ്സ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതാവുമ്പം അവർക്കത് അറേഞ്ച് ചെയ്ത് ലോവസ്റ്റ് ടു ഹയസ്റ്റ് പ്രിഫറൻസിൽ ഓർഡർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. സിലബസിലുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.